ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഉള്ളിവട ഇതൊരു വെറൈറ്റി ഉള്ളിവടയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഒരു കോഴിമുട്ടയും 2 സവാള ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പുമായി കരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ചേർക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു സ്പൂണ് മുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഈ ഉള്ളിയുടെ നീരൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കൂല. ഉള്ളിയുടെ നീരൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ടിത് ഇതിൽ നമ്മളിഞ്ഞും കുറച്ച് മൈദയും കടലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ആവേണ്ട രീതിക്കുള്ള വെള്ളം ഈ ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വരണം. പിന്നെ ആ കോഴിമുട്ടയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ റെഡിയായി കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് കൈ വെച്ചിട്ട് നല്ലൊന്ന് ഞെരടിയെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു 4 സ്പൂണ് മൈദയും അതുപോലെ ഒരു 4 സ്പൂണ് കടലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എത്ര പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കേട്ടോ. വെള്ളം തന്നെ തീരെ ചേർക്കാൻ പാടില്ല കേട്ടോ. ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല. ഞാനിങ്ങനെ ഇത് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം ഇത് കുഴച്ചിട്ട് ഇങ്ങനെ വെക്കണം. പിന്നെ നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കണ മാതിരി പൊരിച്ചെടുക്കാം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മൾ സാധാ ഉള്ളിവട ഉണ്ടാക്കുമല്ലോ, അതുമാതിരി ഒന്നുമല്ല, ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ ഞാനൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും ഞാനിതൊക്കെ ഒരു ഉള്ളിവട ഷേപ്പിൽ, ഇത് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ഉള്ളിവട ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തതാണ്. അപ്പോൾ ഇതാ എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ചെയ്യും കേട്ടോ. കുറേ മാവൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഉള്ളിയല്ലേ പെട്ടെന്ന് മൂത്ത് വരുമല്ലോ. അപ്പോൾ ഇതാ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അതെല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി 4 മണിക്ക് ചായയും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചവരൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വെറും 2 സവാളയും ഒരു കോഴിമുട്ടയും പിന്നെ നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വെറൈറ്റി ഉള്ളിവട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. ഇത് തക്കാളിയും ചുവന്ന മുളകും വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകൊണ്ടു. അപ്പോൾ ഞാൻ ഇട്ടുതരണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. താങ്ക് യു.